ഹായ് ഓൾ. ഇന്ന് ഞാൻ എന്താ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബാലൻസ് കുറച്ച് ടോപ്പിക്ക് ഞാൻ പറഞ്ഞുവല്ലോ. നമ്മൾ ഈ ക്ലാസിക്കലിന് പകുതി വെച്ചിട്ടായിരുന്നു ആറ്റമിക് എടുത്തത്. ആറ്റമിക്കിൽ ഇനി നമുക്ക് ലേസേഴ്സിന് മുമ്പുള്ള 1-2 ടോപ്പിക്സും കൂടെ നോക്കാനുണ്ട്. PYQ അത് നമ്മൾ നോക്കും. ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുക്കാനുള്ളത് നോക്കും. അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റും പാരലലായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകും കേട്ടോ. കാരണം ഒരു സബ്ജക്റ്റ് മൊത്തം എടുത്ത് തീർക്കാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മാത്രമേ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പാരലലായിട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ എടുത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ ടോപ്പിക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊരു സ്ട്രെസ്സും ആകും. അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പാരലലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ പേര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ പേരാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. അതായത് ഇത് CSIR നെറ്റിന് എന്താണെങ്കിലും ഫിസിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. ഇതിനകത്ത് നോർമൽ മോഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റിനും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. പക്ഷെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ടോപ്പിക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസിൽ നമുക്ക് ആകെ നോക്കാനുള്ള ഭാഗങ്ങൾ ഇത്രയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഇക്വേഷൻസ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അനാലിസിസ്, സ്മോൾ ഡീവിയേഷൻ അറൗണ്ട് ഇക്വിലിബ്രിയം. സ്മോൾ ഡീവിയേഷൻ അറൗണ്ട് ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ സ്മോൾ ഓസിലേഷൻസ് എന്ന പേരിൽ വിളിക്കുന്നത്. പിന്നെ നോർമൽ മോഡുകൾ, അതിൻ്റെ ഇടയിൽ തന്നെ കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, പിന്നെ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കും. ഇതിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം, സ്മോൾ ഡീവിയേഷൻസ്, നോർമൽ മോഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റെബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് ഞാൻ കയറുവാണേ. അപ്പം സ്റ്റെബിലിറ്റി അനാലിസിസിൽ ആദ്യം മിസ് 3 ഗ്രാഫുകളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഗ്രാഫ് മിസ് ഒന്ന് വരയ്ക്കാം. ദാറ്റ് ഈസ് ഒറിജിനിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സ്ട്രെയിറ്റ് ആയിട്ട് പോണ ഒരു ഗ്രാഫ്. ഇപ്പോൾ XY. എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. Y ആക്സിസിൽ ഞാൻ പൊട്ടൻഷ്യലിനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സ്ലോപ്പ് എടുക്കുകയാണ്. ഈ ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്യുവാണ്. ഇതെന്ന് പറയുന്നത് എന്താണെങ്കിലും ΔV, ഇതെന്ന് പറയുന്നത് എന്താണെങ്കിലും ΔX ചേഞ്ച് ആയിരിക്കും. ഇത് നമ്മൾ ഗ്രാഫ് ലാബിൽ നമുക്ക് എടുക്കാറില്ല. ലാബിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ΔV എന്ന് പറയുന്നത് ആക്ച്വലി V2 - V1 ആണ്. ΔX എന്ന് പറയുന്നത് X2 - X1, അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ഇങ്ങനെയാണിത് പോകുന്നത്. അതായത് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് മിസ് പറയുകയാണ്, ഈ സ്ലോപ്പ് പോസിറ്റീവാണ്. അതായത് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒന്ന് എഴുതിക്കേ. സ്ലോപ്പ് എന്ന് പറയുന്നത് ΔV/ΔX ആണ്. അത് പോസിറ്റീവാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ V2 ആൻഡ് X2 ആർ ഗ്രേറ്റർ ദാൻ, അതായത് V2വും ഇങ്ങനെയല്ലേ പോകുന്നത്, V1, V2, X1, X2. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത V2 എന്ന് പറയുന്ന V1-നെക്കാട്ടിലും വലുതാണ്, X2 എന്ന് പറയുന്ന X1-നെക്കാട്ടിലും വലുത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്, ഇൻക്രിമെൻറ്റിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയാണ്, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എഴുതി വെച്ചോ. ഈ ഗ്രാഫ് വരയ്ക്കുക, സ്ലോപ്പ് എഴുതുക, എന്നിട്ട് എഴുതുക ഇത് സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഈ സ്ലോപ്പ് പോസിറ്റീവാണ് ബിക്കോസ് V2 ആൻഡ് X2 ആർ ഗ്രേറ്റർ ദാൻ V1 ആൻഡ് X1. ഇത്ര എഴുതിയോ? ഇത് പോസ് ചെയ്ത് വെക്കുക, വരയ്ക്കുക, ഇത്ര എഴുതുക കേട്ടോ. ഇനി ഇത് രണ്ടാമത്തെ ഗ്രാഫാണ് മിസ് വരച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? V of X എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നതേ ഇല്ല അല്ലേ. V of X ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറെ എങ്ങോട്ടും ചേഞ്ച് ആവുന്നില്ല. അതായത് ഓരോ എക്സിന് ഇപ്പം മിസ് പറയാം, V of X എന്ന് പറയുന്നത് ഇത് 3 ആണെന്ന് വിചാരിച്ചോ. ഈ X1 എടുത്താലും V3 തന്നെ, X2 എടുത്താലും V3 തന്നെ, X3 എടുത്താലും V3 തന്നെ. അപ്പം Vക്ക് ഒരു മാറ്റവും ഇല്ല. ഇല്ലെന്ന് വെച്ചാൽ സ്മോൾ ചേഞ്ച് ഓഫ് V എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ΔX വേണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും പോയിന്റ്, ഇപ്പോൾ ഈ ഒരു ഇതാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും.
അപ്പോൾ x2-ൽ നിന്ന് x1 മൈനസ്, അതായത് മൊത്തത്തിൽ 0 ആയിപ്പോയി, മുകളിൽ ഓൾറെഡി 0 ആയതുകൊണ്ട് മൊത്തത്തിൽ 0 ആയി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഗ്രാഫാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ സെക്കൻഡ് ഗ്രാഫിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യം എൻ്റെ മക്കൾക്ക് വരച്ച് വെക്കുക, ഈ സ്ലോപ്പ് വരയ്ക്കുക, എന്നിട്ട് പറയുക സ്ലോപ്പ് 0. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നാമത്തെ ഗ്രാഫിൽ നിന്ന് മനസ്സിലായത് പോസിറ്റീവാണ്, കാരണം ആ സ്ലോപ്പേ പോസിറ്റീവാണ്, കാരണം V2ഉം x2ഉം കൂടുതലാണ്. രണ്ടാമത്തെ ഗ്രാഫിൽ നിന്ന് മനസ്സിലായത് സ്ലോപ്പ് 0 ആണ്. ഓക്കെ, ഇത് മൂന്നാമത്തെ ഗ്രാഫാണ്. ഇത് റീറ്റാർഡ് ചെയ്ത് പോകുന്നൊരു ഗ്രാഫാണ് കേട്ടോ, താഴേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ ഏത് സ്ലോപ്പ് എടുക്കാൻ പറ്റും? ഞാനിപ്പോൾ ഈ ഒരു ചെറിയ സ്ലോപ്പ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ചെറിയ സ്ലോപ്പ് എന്ന് പറയുമ്പം ഇതാണ് V2, ഇവിടെയാണ് V1, ഇതാണ് x2, ഇതാണ് അതായത് ഇതാണ് x1, ഇതാണ് x2, ഇതാണ് V2, ഇതാണ് V1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എന്താണെങ്കിലും നെഗറ്റീവ് ആവും, കാരണം വിയുടെ വാല്യൂ കുറഞ്ഞു വരുക. ഓരോ എക്സിനനുസരിച്ച് ആദ്യം എക്സിനനുസരിച്ച് വി കൂടുതലായിരുന്നു, പിന്നെ എക്സിൻ്റെ അനുസരിച്ച് വി കുറഞ്ഞു വരിക. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെങ്കിലും നെഗറ്റീവ് ആവാനാണ് ചാൻസ്. കാരണം എന്താ തന്നെ പറഞ്ഞ് എന്താ കാരണമെന്ന്? ബിക്കോസ് V2 ആൻഡ് x2 ആർ ലെസ് ദാൻ V1 ആൻഡ് x1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബിക്കോസ് V2 ഈസ് ലെസ് ദാൻ, കാരണം V2 എന്ന് പറയുന്നത് ലെസ് ദാൻ V1 ആണ്, അതുകൊണ്ടാണ് സ്ലോപ്പ് നെഗറ്റീവ് ആയത്. ആ കൺസിഡറേഷനും കൊടുക്കുക. അപ്പോൾ എൻ്റെ മക്കൾ 3 ഗ്രാഫ് പഠിച്ചുല്ലോ. ഒന്നാമത്തെ ഗ്രാഫ് V പോസിറ്റീവാണ്, രണ്ടാമത്തെ ഗ്രാഫ് V 0 ആണ്, മൂന്നാമത്തെ ഗ്രാഫ് V എന്താണ്? നെഗറ്റീവാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത്. വെൻ V of x ഗ്രേറ്റർ വിത്ത് എക്സ് സ്ലോപ്പ് അനുസരിച്ച് V of x കൂടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ സ്ലോപ്പ് വിത്ത് എക്സ് സ്ലോപ്പ് ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ തന്നെ 2ഉം 3ഉം എഴുതിക്കേ. 2ഉം 3ഉം എങ്ങനെ? 2 എന്താ? വെൻ V of x ലെസ് ദാൻ, V of x എന്ന് പറയുന്നത് ലെസ് ദാൻ വിത്ത് എക്സുമായിട്ട് ചെറുതാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി V of x എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റ് ഓർ നോട്ട് ലെസ് വിത്ത് എക്സ് ആണെങ്കിൽ, അതായത് എക്സിനെ അനുസരിച്ച് കൂടുന്നുമില്ല കുറയുന്നില്ല. നേരത്തെ ഇതിൽ എക്സിനനുസരിച്ച് V കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടല്ലേ എന്താ പറയുക ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ കേസിൽ എക്സിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും, അതായത് ഇങ്ങനെ. രണ്ടാമത്തെ കേസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. മൂന്നാമത്തെ കേസ് കൂടിയില്ല കുറഞ്ഞില്ല, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് വിയിൽ തന്നെ നിൽക്കുമായിരുന്നു, അപ്പോൾ 0. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 ഗ്രാഫിൽ ഏതെങ്കിലും തന്നിട്ട് ഇവിടെ വീക്ക് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുകയൊക്കെ ചോദിച്ചാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതും അവിടെ നിൽക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റെബിലിറ്റി അനാലിസിസ്. ഇത് ജസ്റ്റ് ഈ 3 ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം, അതായത് ഇക്വിലിബ്രിയത്തിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഇക്വിലിബ്രിയമാണ് ഉള്ളത്. ഞാൻ പറയാം കേട്ടോ. ശരിക്കും നമുക്കറിയാം ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ ശരിക്കും സ്മോൾ ഓസിലേഷൻസിലാണ് കൂടുതൽ പഠിക്കുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വരാത്ത കണ്ടീഷൻ അല്ലേ, ഫിക്സഡ് ആയിട്ട്. ഇപ്പം ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അവിടെ 0 ആണ്, ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് അവിടെ 0 ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഒരു ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുക, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രോസസ്സ് അങ്ങനെ തന്നെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിലിബ്രിയം 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഇക്വിലിബ്രിയത്തിൻ്റെ സ്റ്റെബിലിറ്റി 3 തരത്തിലാണ് ഇക്വിലിബ്രിയത്തെ പറയുന്നത്. ഒന്നാമത് പറയുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. രണ്ടാമത്തെ എന്താണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം. മൂന്നാമത്തെ എന്താടാ? ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ഇക്വിലിബ്രിയമാണ് ശരിക്കും ഉള്ളത്. എന്തൊക്കെ ഇക്വിലിബ്രിയം ഇപ്പം തന്നെ പഠിച്ചു വെക്കോ. SUN, അതായത് സൺ എന്നോർത്താൽ മതി കേട്ടോ, സൺ. അപ്പോൾ ഇനി സണ്ണിനെ കാണുമ്പോൾ എന്താ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം എന്ന് ഓർത്തോ. അതായത് എന്താണ് സ്റ്റേബിള്, അൺസ്റ്റേബിള്, ന്യൂട്രൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് മിസ്സ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് കേട്ടോ. ഈ ഗ്രാഫിൽ നിന്ന് നമുക്കിതിനെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ തുടയ്ക്കാൻ പോവാണ്, ജസ്റ്റ് പോസ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുത്തോ കേട്ടോ. അപ്പം ഇതാണ് ഞാൻ കാണിച്ച ഗ്രാഫ്. ഇത് കുറച്ച് പൊക്കി വരയ്ക്കുക ഇൻ ദ സെൻസ് ഇത് കുറച്ചും കൂടെ മുകളിലേക്കാക്കി വരയ്ക്കുക കേട്ടോ. അതായത് ഇവിടെ ഭാഗത്തിന് ഇച്ചിരി കൂടെ താഴോട്ടുള്ളതുപോലെ വരയ്ക്കണേ. അപ്പം ഞാൻ പറയാണ് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു ബോൾ, ഇപ്പോൾ ഇതൊരു ഹില്ലായിട്ട് മിസ്സ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഞാനൊരു ബോളിനെ കൊണ്ട് ഇവിടെ വെച്ചു. ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവത്തെയാണ് ഞാൻ ആക്ച്വലി സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുക. ഓക്കെ, ഇതൊരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുക.
അതായത് സ്റ്റേബിൾ അല്ല. ഒരു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഇത് അൺസ്റ്റേബിളാണ്. ഇനി ഞാൻ ഇവിടെയാണ് ബോൾ കൊടുക്കുന്നതെങ്കിൽ ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. നിങ്ങളിനി ഒന്ന് വിചാരിച്ച് നോക്കിയേ, എന്തായിരിക്കും ശരിക്കും ഈ സംഗതി? ന്യൂട്രലിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. എന്തായിരിക്കും സംഗതി മനസ്സിലാവുന്നുണ്ടോ? അതായത് എക്സാക്ട്ലി നമ്മളൊരു ടോപ്പിൽ ബോൾ വെച്ചാൽ അവിടെ ഇരിക്കും അല്ലേ? അതായത് ഈ ടോപ്പിൽ ഞാൻ ബോൾ കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കും. പക്ഷേ ഞാൻ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ആയാൽ എന്ത് സംഭവിക്കും? അത് താഴേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിനെയാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്ക്. എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇത് നേരെ താഴേക്ക് വരും. ഓക്കെ, അതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ താഴേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അൺസ്റ്റേബിളാണ്. ഇനി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഇരിക്കുന്ന സ്റ്റേബിൾ ബോളിന് ഞാനൊരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകും, തിരിച്ചിവിടത്തേക്ക് തന്നെ വരും. അതല്ലേ സ്ലൈഡിങ് അല്ലേ? ഇങ്ങോട്ട് പോയാൽ തിരിച്ച് അവിടെ പഴയ പൊസിഷനിൽ തന്നെ വരും. അതാണ് സ്റ്റേബിൾ. അപ്പോൾ വ്യത്യാസം മനസ്സിലായി. അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് എവിടെയാണോ ഇരുന്നത് അവിടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് തിരിച്ചു വരില്ല. അതേസമയം സ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നിടത്തു നിന്നൊരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് അത് കുറച്ച് ഡിസ്പ്ലേസ് ആയാലും അത് തിരിച്ച് ഇരുന്ന പ്ലേസിൽ തന്നെ വരും. നമ്മളൊരു സ്മോൾ ഓസിലേഷൻ ലാബിൽ ചെയ്യില്ലേ മക്കളെ? അതായത് നമ്മൾ ആ ബോബ് എടുത്തു, ആ ബോബിനെ പതിയെ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് അതിനെ ഇങ്ങനെ പിടിച്ചു. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ആയി. അത് വിട്ട് കഴിയുമ്പോഴത്തേക്കും ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ലാസ്റ്റ് അത് മെയിൻ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും അല്ലേ? മെയിൻ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അതാണ്. അപ്പം അൺസ്റ്റേബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ മാറും. സ്റ്റേബിൾ എന്ന് വെച്ചാൽ ഫോഴ്സ് കൊടുത്തതിന് ശേഷം അത് പഴയ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ലോക്കൽ മാക്സിമ പോയിൻ്റ് എന്നാണ് പറയുക. അതായത് അൺസ്റ്റേബിളിനെയാണ് നമ്മൾ ലോക്കൽ മാക്സിമ കൺസിഡർ ചെയ്യുന്നു, സ്റ്റേബിളിനെ നമ്മൾ ലോക്കൽ മിനിമ എന്നാണ് പറയുന്നത്. സാധാരണ നമ്മളെപ്പോഴും നമുക്ക് വേണ്ട ആൾക്കാരെ മാക്സിമം ആയിട്ടുള്ളതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ലോക്കൽ മാക്സിമ എപ്പോഴും അൺസ്റ്റേബിളും ലോക്കൽ മിനിമ എപ്പോഴും സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ടേബിളാണെന്ന് വിചാരിക്കും. ഇവിടെ ഞാനൊരു ബോൾ വെച്ചു, അതിങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഈ ബോൾ അവിടെ ഇരിക്കുന്ന പോലെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ബോൾ കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അത് അവിടെ തന്നെ മോഷനിൽ അല്ലാതെ റെസ്റ്റിൽ തന്നെ ആയി. ഇതിനെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അതായത് ഇത് അൺസ്റ്റേബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അൺസ്റ്റേബിളിന് ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു പെർട്ടിക്കുലർ റെസ്റ്റിലേക്ക് പെട്ടെന്ന് വരത്തില്ല. അതേസമയം ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ ബോളിനെ ഞാനൊരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുത്തത് ഇച്ചിരി ഡിസ്പ്ലേസ് ആയി അവിടെ റെസ്റ്റിലേക്ക് വരും. അപ്പോൾ ഇതിനെയാണ് ഞാൻ ന്യൂട്രൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിക്കണേ. കാരണം ന്യൂട്രലും അൺസ്റ്റേബിളും തമ്മിൽ ആ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവുക. ന്യൂട്രൽ എന്ന് പറയുന്നത് ഫോഴ്സ് കൊടുത്തതിന് ശേഷം വീണ്ടും അത് റെസ്റ്റിലേക്ക് തന്നെ ഇരിക്കും. എവിടോട്ടാണോ നീക്കി വെച്ചാൽ അവിടെ ഇരിക്കും, പിന്നെ മോഷനൊന്നും ഉണ്ടാവില്ല. അതാണ് ന്യൂട്രൽ. അപ്പം ഇതിൻ്റെ അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, dv/dx = 0. അതായത് ഒരു ഗ്രാഫിൽ പൊട്ടൻഷ്യലിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെന്താണെങ്കിലും ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റിലായിരിക്കും ഇരിക്കുക. ഇക്വിലിബ്രിയം പോയിൻറ്റിലാണ് ഇരിക്കുക എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ dv/dx ആണെങ്കിൽ എന്ത് കണ്ടീഷനാണെന്ന് ചോദിച്ചാൽ അത് ഇക്വിലിബ്രിയം പോയിൻ്റ് ആണെന്ന് വിചാരിക്കണം. ഇനി അടുത്ത കണ്ടീഷൻ, ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അതായത് d²v/dx² എന്ന് പറയുന്നത് 0-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ് സ്റ്റേബിൾ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനിയും d²v/dx² = 0 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഒന്നാമത് ഓർക്കേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആണെങ്കിലാണ് അത് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരിക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയവും, ലെസ് ദാൻ 0 ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അൺസ്റ്റേബിളും, സെക്കൻഡ് ഡെറിവേറ്റീവ് =0 ആണെങ്കിൽ ന്യൂട്രലും ആയിരിക്കും. ഓക്കെ, അതായത് ഇതാണ് മിസ് പറഞ്ഞത്. തൻ്റെ ഇത്രയും കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേടാ,
ഇത് മാത്തമാറ്റിക്കലി സ്റ്റെബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ. അതായത് ഈ മാത്തമാറ്റിക്കലി നമ്മൾ ഒരു സംഭവം നമ്മളോട് പറയാം, ഒരു ഇക്വേഷൻ തരികയാണ്, അത് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആണോ നോക്കണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് വേണം നോക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ടേബിളും കൂടെ ഒന്ന് നോക്കിയേക്കണേ. ഈ ടേബിൾ നോക്കിയാൽ ടൈപ്പ്, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മിസ് കൊടുത്തേക്കാണ്. വെൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ദ സിസ്റ്റം എക്സ്പീരിയൻസ് എ റീസ്റ്റോറിങ് ഫോഴ്സ് ആൻഡ് റിട്ടേൺ ബാക്ക്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഞാനൊരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ഫ്രണ്ടിലേക്ക് വരും അല്ലേ. ആ ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് തന്നെ വരും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായിട്ട് അത് തിരിച്ച് അതിൻ്റെ ബൗൺസിങ് ബാക്ക് അല്ലെങ്കിൽ ആ ഡിഫോർമേഷൻ അവിടെ നടക്കും. അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നോക്കിയേ, പൊട്ടൻഷ്യൽ ഒരു ആണ് ഇവിടെ, ഇതാണ് തെറ്റാൻ പോകുന്നത്. അതായത് പൊട്ടൻഷ്യലിനൊരു ലോക്കൽ മിനിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ ലോക്കൽ മിനിമം ആയിരിക്കും, പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? പൊട്ടൻഷ്യൽ ലെസ് ദാൻ ആയിരിക്കും എന്നാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി കുറയുമ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് ആവുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കണം, കാരണം കൺഫ്യൂസിങ് ആകും. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും പൊട്ടൻഷ്യൽ കൂടണം എന്ന്. അല്ല, പൊട്ടൻഷ്യൽ എനർജി അല്ലെ പൊട്ടൻഷ്യൽ വി എന്ന് പറയും, എനർജി ഇൻ ദ സെൻസ് പൊട്ടൻഷ്യൽ വി എന്ന് പറയും കുറയുമ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്. ദാറ്റ് ഈസ് d²u/dx² എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇനി അൺസ്റ്റേബിൾ ആവണമെങ്കിലോ, അൺസ്റ്റേബിൾ ആണെങ്കിൽ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ദ സിസ്റ്റം മൂവ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് കൊടുത്തതിന് ശേഷം ബോൾ ആ സംഭവം വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ d², അപ്പോൾ മാക്സിമം എന്ന് വിചാരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. d²v/dx² അല്ലെ u എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കണം, അതായത് പൊട്ടൻഷ്യൽ കൂടിയിരിക്കണം. ഇനി ന്യൂട്രൽ എന്ന് പറയുന്നത് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം പുതിയ പൊസിഷനിലേക്ക് ഇരിക്കുന്നു, വീണ്ടും അതിന് മോഷൻ ഉണ്ടാവുന്നില്ല. അതിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ d²u, അത് ഏതായാലും എളുപ്പമായി, സെക്കൻഡ് ഡെറിവേറ്റീവ് 0. അപ്പോൾ എപ്പോഴും ഓർത്തോണം എൻ്റെ മക്കളെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർക്കുക. ഇനി ഒരു കാര്യം മിസ് പറയാം, വി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി. പൊട്ടത്തരാണ്, ട്രിക്ക് പറഞ്ഞു തന്നതാണ്. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടുന്നതനുസരിച്ച് വി കുറയണം എന്നുള്ള കൺസിഡറേഷൻ, അപ്പോൾ സ്റ്റേബിൾ ആകും. അങ്ങനെ കൂടുതൽ പറഞ്ഞ് ഞാൻ കുഴപ്പിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് വരുന്ന ഒരു കൺസിഡറേഷനൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾക്കൊരു വി ഗിവൺ ആയിരിക്കും. ഒരു വി ഏതെങ്കിലും ഒരു അതായത് ഒരു ഡെറിവേറ്റീവ് ചെയ്താൽ മതിയടാ, സിമ്പിളായിട്ട് ഡെറിവേറ്റ് ചെയ്താൽ മതി. 1-2 ക്വസ്റ്റ്യൻസ് മിസ് കാണിച്ചു തരാം. അപ്പം ഒരു വി നിങ്ങൾക്ക് ഗിവൺ ആയിരിക്കും. ഇപ്പം ചിലപ്പം തരും v(x) = a/bx+, അങ്ങനെ എന്തെങ്കിലും ഒരു വി നിങ്ങൾക്ക് ഗിവൺ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ∂v/∂x ചെയ്യണം. എന്നിട്ട് അതിനെ 0 ഇക്വേറ്റ് ചെയ്യണം. അതിനെ 0 ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ അകത്തുനിന്ന് 2 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് പോസിറ്റീവാണോ അല്ലെങ്കിൽ കിട്ടുന്ന നെഗറ്റീവാണോ അല്ലെങ്കിൽ കിട്ടുന്ന പോയിൻറ്റ് 0 ആണോ എന്നനുസരിച്ചാണ് നമ്മൾ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ d²v/∂x² ചെയ്യണം. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഗേറ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒമേഗ. അതായത് ഇതൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്റ്റെബിലിറ്റിയിൽ നിന്ന്, അതായത് ഒമേഗ √k/m, ഒമേഗ √k/m ചെയ്താൽ മതി. ഒമേഗ √k/m ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അതും നമുക്ക് ചെയ്യാവേ. ആ പ്രോബ്ലം ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം. വേറെ എന്തെങ്കിലും ഇനി നോക്കാനുണ്ടോ എന്നൊന്ന് നോക്കിക്കോട്ടെ. ഇനി നോർമൽ മോഡും കൂടെ ഒന്ന് പറയട്ടെ. നോർമൽ മോഡ് പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം, നോക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമോ? ഇത് ഞാൻ എന്ത് ചെയ്തു തരാം, ഇപ്പോൾ പറഞ്ഞു തരാം. ഇതൊരു PYQ ക്വസ്റ്റ്യനാണ്. CSIR നെറ്റിന് പാർട്ട് ബിയിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് വായിക്കട്ടെ ഞാൻ. എ പാർട്ടിക്കിൾ ഓഫ് യൂണിറ്റ് മാസ് മൂവ്സ് ഇൻ എ പൊട്ടൻഷ്യൽ. അതായത് യൂണിറ്റ് മാസ്, അപ്പോൾ മാസ് തന്നിട്ടുണ്ട് 1 യൂണിറ്റ് ആണ്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കിൾ ഒരു പൊട്ടൻഷ്യലിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ax² + b/x² എന്നാണ്. എയും ബി എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ഓസിലേഷൻസ് എബൌട്ട് ദ മിനിമം ഓഫ് ദി പൊട്ടൻഷ്യൽ. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ മക്കളെ?
എങ്ങനെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാം? ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു സ്മോൾ ലാറ്റിസ് വൈബ്രേഷൻസ് ഒക്കെ പഠിക്കുമ്പം അതിൻ്റെ അകത്തും വി ഓഫ് എക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് അല്ലെങ്കിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ മിസ് ഒരു ക്ലൂ പറഞ്ഞു തരട്ടെ. സ്മോൾ ഓസിലേഷൻ പറഞ്ഞിട്ടുണ്ടടാ, സ്മോൾ ഓസിലേഷൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഓർക്കണം, ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ് പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യനാണ് എന്ന് ഓർക്കണം. ഇനി നോക്കിയേ, ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് എഴുതുമോ? ഞാൻ ബോർഡിൽ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബോർഡിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് പോസ് ചെയ്ത് എഴുതി പോണേ, കാരണം പെട്ടെന്ന് ഞാൻ മാറ്റും കേട്ടോ. അപ്പം ഒന്ന് നോക്കാം ഈ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. വി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഒമേഗ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. എന്താണേലും ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗയ്ക്ക് ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു √k/m ആണ്. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഈ കെ എന്ന് പറയുന്ന ആക്ച്വലി എന്താണെന്നറിയാവോ? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യലാണ്. അതായത് √((2)v/(x)2/m ആണ്. അപ്പോൾ ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ എന്ന് പറയുന്നത് √k/m ആണ്. കെ എന്ന് പറയുന്നത് √((2)v/(x)2/m. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഏതായാലും എനിക്ക് വി കിട്ടിയിട്ടുണ്ട്. വി എനിക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്നും ചെയ്യാൻ പോകും. അതായത് ഞാൻ ഏതായാലും ∂v/(x) ചെയ്യാൻ മിസ്സിന് അറിയാം കേട്ടോ. അതുകൊണ്ട് മിസ്സ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഏതായാലും എയും ബിയും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പം എ കോൺസ്റ്റൻ്റ് ആണ്, x² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2x. ഡെറിവേഷൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ഇനി ഇതിനെ എളുപ്പത്തിൽ മിസ്സ് ചെയ്യാൻ വേണ്ടി മിസ്സിന് എപ്പോഴും ഇങ്ങനെ എളുപ്പം, ബി ഈ x² അങ്ങ് മേളിലോട്ട് കൊണ്ടുപോവാണേ. നിങ്ങൾക്ക് വേഗം ചെയ്യാമെങ്കിൽ ചെയ്തോ കേട്ടോ. അപ്പം -2 എന്ന് കൊടുത്തു. അതായത് ഇത് 2ax. ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പം ബി കോൺസ്റ്റൻ്റ് ആണ്, -2 × x × -2 - 1 എന്ന് വെച്ചാൽ -3 അല്ലേ. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ എഴുതുവാണ്. അപ്പോൾ ഈ ഒരു മൈനസ്, അപ്പം -2b, പിന്നെ x⁻³ ഞാൻ x³ എന്ന് ഇട്ടു. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ∂v/(x) ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്ത് എന്താടാ, വി ഉണ്ട് ക്വസ്റ്റ്യനിൽ, അതിൽ നിന്ന് ∂v/(x) ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വേറ്റ് ∂v/(x) = 0. ∂v/(x)നെ 0 ഇക്വേറ്റ് ചെയ്യണം. അതായത് ഇത് മൊത്തവും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഒന്ന് എഴുതിയെടുത്തോ. അതായത് ഇത് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോടാ? എക്സിൻ്റെ വാല്യൂ എങ്ങനെയും കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ ആദ്യം വി ചെയ്തു, ∂v/(x) ചെയ്തു, ∂v/(x) = 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇനി എനിക്ക് എങ്ങനെയും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ x³ കളയാൻ വേണ്ടി ഞാൻ ഈ ടേമിനെ മൊത്തവുമായിട്ട് x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അതായത് 2x × x³. ഒരു ക്വസ്റ്റ്യനെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയുള്ളൂ കേട്ടോ. 2bx³ / x³. ബാക്കി സൊല്യൂഷൻ ഉണ്ട്, മിസ് പറഞ്ഞു തരാം. സൊല്യൂഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഈ x³ ക്യാൻസലായി. ഇത് എങ്ങനെയാകും ഇവിടെ നോക്കിയേ, 2ax⁴ - 2b = 0. ഓക്കെ ആണോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിങ്ങനെ എഴുതട്ടെ. അതായത് 2ax, അപ്പം 2ax⁴ = 2b. ഈ 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ ax⁴ = b. അങ്ങനെയാണെങ്കിൽ x⁴ എന്ന് പറയുന്നത് b/a ആണ്. അതായത് x എന്ന് പറയുന്നത് b/a⁴ 1/4. എന്തെങ്കിലും അറിയാത്തതുണ്ടോ? ഇങ്ങനെ കുരുക്കി എഴുതിയത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഒന്ന് ഞാൻ വായിക്കാം. 2ax⁴ - 2b = 0 ആണ്. 2ax ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, എന്നിട്ട് 2ഉം 2ഉം ക്യാൻസലാക്കി ax⁴ = b എന്ന് കിട്ടി. x⁴ ആണ്, ഇത് മുകളിൽ കിടക്കുവാണ് 4 ആയിട്ട്. അപ്പോൾ ഇപ്പുറത്ത് പോകുമ്പോൾ അത് 1/4 ആവും. അത്രമാത്രം. അപ്പോൾ എനിക്ക് ഏതായാലും എക്സ് എന്ന് പറയുന്നത് b/a⁴ ഇതൊന്ന് a ആയിട്ടൊന്ന് നോട്ട് ചെയ്യണം, ഇക്വേഷൻ എ. അപ്പോൾ എനിക്ക് ഏതായാലും ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ എന്ന് പറയുന്നത് k/m ആണ്. അതിൻ്റെ അർത്ഥം ഒമേഗ = √(v/(x)² എന്നാണ് അതിൻ്റെ അർത്ഥം, റൂട്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എനിക്ക് ഒന്നും കണ്ടുപിടിക്കാനില്ല. ഇത് ഞാനിവിടെ എഴുതി വെക്കുക. ഇനി ഏതായാലും (2v/(x)² ആണ് ശരിക്കും കണ്ടുപിടിക്കണം. അതിലേക്ക് വരാം. അപ്പോൾ അതിൽ എന്താണ് എക്സ് എന്തിനാണ് നേരത്തെ കണ്ടുപിടിച്ചതെന്ന് ഇപ്പം മനസ്സിലാവും കേട്ടോ. ഇനി അടുത്ത എൻ്റെ മക്കളൊന്ന് കണ്ടുപിടിച്ചേ, (2v/(x)² എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ∂v/(x) നമുക്ക് ഓൾറെഡി കിട്ടി. അതായത് x³ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പ് എടുക്കണം കേട്ടോ. അതായത് കറക്റ്റ് ∂v/(x) ചെയ്തപ്പോൾ 2ax - 2b/x³ എന്നല്ലേ കിട്ടി. അത് ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്ത് നോക്കിക്കേ. അതായത് x³ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണ് എടുത്തത്. ഇതിനെ ഒന്നും കൂടെ ഞാൻ ഡെറിവേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും? ഇതിനെ ഒന്നുകൂടെ ചെയ്യുമ്പോൾ 2a കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനിയും 2b, ഇതിനെ ഞാൻ മിസ് എന്താണെങ്കിലും 2b x⁻³ - 3 എന്നാണ് ഇടുന്നത്.
2b ഇൻറ്റു -3x⁻³ അതായത് ഇത് നിങ്ങൾ മനക്കണക്ക് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. എക്സാമിന് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. മൈനസും പ്ലസ് ആകുമല്ലോ അല്ലേ. അപ്പോൾ +3 × 2 എന്ന് പറഞ്ഞാൽ 6b x⁻. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. -3 - 1 എന്ന് പറയുന്നത് -4. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ എനിക്ക് എഴുതാൻ സൗകര്യം 2a + 6b x⁻⁻4നെ x/x⁴ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ∂² v/∂x² കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് ഇക്വേഷൻ നമ്പർ ബി. ഇക്വേഷൻ എ ഏതായിരുന്നു? x=x ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, അതായിരുന്നു എ. ആ എയുടെ ഇക്വേഷൻ കൊണ്ട് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് x=b/a⁴ എന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ x⁴ എന്ന് പറയുന്നത് b/a എന്ന് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ x⁴ അവിടേക്ക് കൊണ്ട് b/a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2a + 6b/x⁴ എന്ന് വെച്ചാൽ b/a ആണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം 2a + 6b ഇൻറ്റു b/aനെ മുകളിലേക്ക് പോകുമ്പോൾ റെസിപ്രോക്കലാവും, a/b എന്നാകും. ബിയും ബിയും പോയി കഴിഞ്ഞാൽ 2a + 6b = 8a. ഇതെന്താ ശരിക്കും? ∂² v/∂x² ആണ് ശരിക്കും 8a എന്ന് കണ്ടുപിടിച്ചത്. ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇങ്ങനെയാണല്ലോ. ഈ ∂² v/∂x² ഞാൻ 8a എന്ന് പറഞ്ഞു. മാസ് ഓൾറെഡി തന്നിട്ടുണ്ട്, യൂണിറ്റ് മാസ് എന്നാണ് പറഞ്ഞത്, അതായത് 1. അതിൻ്റെ അർത്ഥം ആൻസർ കിട്ടി 8a. ദർഫോർ ഒമേഗ = 8a. അതായത് ഇതാണ് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് പൊട്ടൻഷ്യൽ തന്നിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയട്ടെ. എൻ്റെ മക്കൾക്കാർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് പറയാം. ആദ്യം എന്താടാ നമ്മൾ ചെയ്തേ? ഒന്ന് ഓർത്ത് നോക്കിയാൽ ആദ്യം നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് v ഗിവൺ ആണ്, അതങ്ങോട്ട് എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ∂v/∂x ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ∂v/∂xനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പിൽ ആ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തതിൽ നിന്ന് x കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ∂² v/∂x² ചെയ്യുക. അതായത് ഒമേഗയാണ് കാണണ്ടെങ്കിലാണ് ഈ സ്റ്റെപ്പ് കേട്ടോ. ഒമേഗ കണ്ടുപിടിക്കാൻ k/m ചെയ്യുക. k എന്ന് പറയുന്നത് ∂² v/∂x² ആണ്. അപ്പോൾ ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇനി അടുത്ത കേസ് ഞാനൊന്ന് പറയട്ടെ. അതായത് ഞാൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ തന്നെ ഈ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഇതൊന്ന് നോക്കിയേ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ സ്മോൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മോൾ ഓസിലേഷൻ ഒക്വർ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ആണ്. അതായത് ഇവിടെ ഇരുന്നൊരു സിസ്റ്റം ഇച്ചിരി അങ്ങോട്ട് മാറി ഇങ്ങോട്ടായി, പതിയെ ഷേപ്പൊന്നും സൈസൊന്നും മാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഭയങ്കര സ്ലൈറ്റ്ലി മാത്രം ഡിസ്പ്ലേസ് ആവുകയെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് കുറച്ച് മാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിസൾട്ട് ഇൻ ഹാർമോണിക് മോഷൻ ഗവർണേഡ് ബൈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ശരിക്കും പറഞ്ഞാൽ സ്മോൾ ഓസിലേഷൻസിനെ നമുക്ക് എപ്പോഴും, അതായത് ഞാൻ പറയാം, ഒരു പാർട്ടിക്കിൾ സ്മോൾ ഓസിലേഷൻസ് ചെയ്തെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സിമ്പിൾ അല്ലെങ്കിൽ ഹാർമോണിക് മോഷനായിട്ടാണ്. എച്ച് എം വെച്ചാൽ ഹാർമോണിക് മോഷനായിട്ടാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹാർമോണിക് മോഷനായിട്ടാണ് നമ്മൾ എപ്പോഴും അതിനെ. കാരണം ഇതിവിടെ റെസിസ്റ്റ് ചെയ്തേക്കുവാണ്, റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ, അതിന് ഇഷ്ടമുള്ളതുപോലെ ചലിക്കാൻ പറ്റില്ല, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇത്ര ഓർത്താൽ മതി. സ്മോൾ ഓസിലേഷൻസ് എന്ന് എവിടെയുണ്ടോ അതിൻ്റെ അർത്ഥം അതിനെ ഹാർമോണിക് മോഷനായിട്ട് കൺസിഡർ ചെയ്യണം. നേരത്തെ മിസ്സ് കാണിച്ച ക്വസ്റ്റ്യനിലും ആ പാർട്ടിക്കിളിൻ്റെ മോഷനെ ഹാർമോണിക് മോഷനായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ കപ്പിൾഡ് പെൻഡുലം ആണെങ്കിൽ, കപ്പിൾഡ് പെൻഡുലത്തിൽ നടക്കുന്നത് ആക്ച്വലി സ്മോൾ ഓസിലേഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിൽ 2 മാസുകൾ കണക്ട് ചെയ്തേക്കുവാന്ന് വിചാരിക്കുക, അപ്പുറവും ഇപ്പുറവും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് സ്മോൾ. ഇങ്ങനെ വിചാരിച്ചാൽ മതി, എനിക്ക് ചലിക്കണം എന്നുണ്ട്, എനിക്ക് മൂവ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ 2 പേര് എന്നെ പിടിച്ചങ്ങ് നിർത്തിയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോയേ പറ്റുള്ളൂ താനും. അങ്ങനെയാണെങ്കിൽ ഞാൻ പതിയെ മൂവ് ചെയ്യാൻ ശ്രമിക്കില്ലേ? ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല, പതിയെ. അതാണ് ശരിക്കും എൻ്റെ സ്മോൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംഭവത്തെ റെസിസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുവാണെങ്കിൽ അത് സ്മോൾ ഓസിലേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മാസസ് കണക്റ്റഡ് ബൈ സ്പ്രിങ്, 2 മാസസിനെ സ്പ്രിങ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ചലിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മോളിക്യൂൾ വൈബ്രേഷണൽ മോഡ്, അതായത് ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൽ ഇരിക്കുന്ന ആറ്റത്തിൻ്റെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് പതിയെയുള്ള വൈബ്രേഷനാണ്. മൊത്തമായിട്ട് അങ്ങ് വൈബ്രേറ്റ് ചെയ്യത്തില്ല, പതിയെ വൈബ്രേറ്റ്. അതുപോലെ തന്നെ കപ്പിൾഡ് പെൻഡുലം എന്ന് വെച്ചാൽ 2 എണ്ണം ഒന്നിച്ച് കപ്പിൾ ചെയ്തേക്കുന്ന പെൻഡുലം. ഒരു സിംഗിൾ പെൻഡുലം പോലെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
അത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എപ്പോഴും ഓർത്തോണം, സ്മോൾ ഓസിലേഷൻസ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, സ്മോൾ ഓസിലേഷൻസ് ഈസ് ഈക്വൽ ടു ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇനി മിസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട, ഓർത്ത് വെച്ചാൽ മതി. നോർമൽ മോഡ് ശരിക്കും എന്താണെന്നറിയാവോടാ? മോഡെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഓസിലേറ്ററി പാറ്റേൺസ് ആണ് ശരിക്കും. അതായത് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഓസിലേഷൻസിൻ്റെ. ഒരു സിസ്റ്റത്തിൻ്റെ കപ്പിൾഡ് ഓസിലേറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓസിലേറ്റിംഗ് പാറ്റേൺ, അതായത് എങ്ങനെയാണ്. ഇപ്പോൾ മിസ് പറയുകയാണേ, ഇത് 2 മാസമാണ്, ഇവരെ സ്പ്രിങ് ആണ്, പക്ഷേ ഇവർ ചെറിയ ചെറിയ ഓസിലേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ ഈ ഓസിലേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇതിനെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം ഇതിൻ്റെ ഓസിലേഷൻസ് എങ്ങനെയാണെന്ന്. അങ്ങനെ ഡിസ്പ്ലേ ആവുന്ന, അതൊരു ട്രിക്ക് പറഞ്ഞു തന്നെ, അങ്ങനെ ഡിസ്പ്ലേ ആകുന്ന, ഇപ്പോൾ വേവ് ആണോ അല്ലെങ്കിൽ എന്തായിട്ടാണോ അത് ഡിസ്പ്ലേ ആവുന്നത്, അതിനെയാണ് നോർമൽ മോഡായിട്ട് പറയുന്നത്. അതായത് ആ ചെറിയ പാറ്റേണുകളെ കാണിക്കുന്നു. പക്ഷേ എല്ലാം ഒന്നും, അതായത് ഇപ്പം എന്നെ 2 പേര് പിടിച്ചു വെച്ചിട്ട് ഞാൻ പതിയെ ഓസിലേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ ഓസിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം നോർമൽ മോഡാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഓരോ ഓസിലേഷൻസും സൈനസോഡിയലായിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഓരോ ഓസിലേഷനും ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അതിനെല്ലാം സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. മോഷൻ ഭയങ്കര പ്രിസൈസും ആയിരിക്കണം. സെയിം ടൈം ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. അപ്പം എൻ്റെ ഓരോ സ്റ്റെപ്പുകളും സൈനസോഡിയലും സെയിം ഫ്രീക്വൻസിയും സെയിം പ്രിസൈസ്ലി ആണെങ്കിൽ എനിക്കതിനെ നോർമൽ മോഡ്, ഞാൻ ചെയ്യുന്ന ഓരോ പാറ്റേണും ഓരോ ഹാർഡ് വർക്കും ഓരോ ഞാൻ ചലിക്കാൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും നോർമൽ മോഡുകളാണെന്ന് പറയാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം മിസ്സുണ്ട്, ഡീറ്റെയിൽഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഇക്വിലിബ്രിയം നോർമൽ മോഡിന് മുമ്പേ പഠിക്കേണ്ടത്? കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നോർമൽ മോഡ് എപ്പോഴും ഒരു കാര്യം ഓർത്തോണേ, സ്മോൾ ഓസിലേഷൻസ് ഈക്വൽ ടു ഹാർമോണിക് മോഷൻ ഈക്വൽ ടു നോർമൽ മോഡ് കേട്ടോ. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നോർമൽ മോഡ് എന്ന് പറയുന്നത് സ്മോൾ ഓസിലേഷനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്മോൾ ഓസിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റ്, അതായത് ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിരിക്കണം. ആ ഇക്വിലിബ്രിയം പോയിൻറ്റിന് ചുറ്റും മാത്രമേ നോർമൽ മോഡ്സിനെ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റിലിരിക്കുന്ന വസ്തുവിൻ്റെ മോഷൻ മാത്രമേ, ആ പാറ്റേണിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ഇക്വിലിബ്രിയവും പറയാൻ പറ്റില്ല. അതായത് വി ഓൺലി ഗെറ്റ് ഓസിലേറ്ററി ബിഹേവിയർ നിയർ, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഇപ്പോൾ ഈ ഒരു ബോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന് ചുറ്റുമുള്ള സ്മോൾ ഓസിലേഷനെ എനിക്ക് നോർമൽ മോഡ് ഉപയോഗിച്ച് പറയാൻ പറ്റും. വെരി വെരി സിമ്പിൾ, അറ്റ് ദ ലോവസ്റ്റ് ലെവലിൽ നിന്ന് ഞാൻ സംസാരിച്ചതാണ് ഈ കാര്യം. എന്താ പറഞ്ഞ മിസ്സ്? അതായത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ മാത്രം അതിന് ചുറ്റും നോർമൽ മോഡുകളെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. അതിന് ചുറ്റുമുള്ള മോഷൻസ് അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പാറ്റേണിനെ നോർമൽ. അപ്പോൾ നോർമൽ മോഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പോയിന്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് മിസ്സിൻ്റെ വാദം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റേബിൾ ആണെങ്കിൽ സ്മോൾ ഓസിലേഷൻസ് ഉണ്ട്, അവിടെ നോർമൽ മോഡ് ഉണ്ടോ? ഉണ്ട്. അൺസ്റ്റേബിൾ ആണെങ്കിൽ മോഷൻ ഡൈവേർജ് ചെയ്യുന്ന മോഷനാണ്, അവിടെ നോർമൽ മോഡ് ഇല്ല. ന്യൂട്രൽ ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് മോഷനാണ്, അവിടെ നോർമൽ മോഡ് ഇല്ല. ഇനി നോർമൽ മോഡ് എങ്ങനെ സോൾവ് ചെയ്യും? അത് ഇച്ചിരി ചടങ്ങാണ്, പക്ഷെ സിമ്പിളാണ് കേട്ടോ നോർമൽ മോഡ് സോൾവ് ചെയ്യുന്നത്. പറഞ്ഞു തരട്ടെ, ഇതിൽ ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ ഇത് നോർമൽ മോഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ടിയും വിയും അതായത് ശരിക്കും പറഞ്ഞാൽ ടിയും വിയും ഒന്നും തരില്ല, നമ്മളോട് ചിലപ്പം പറയുള്ളൂ കണ്ടീഷൻ. ഒരു മാസ്, ആ 2 മാസുകളുണ്ട്, ആ 2 മാസം ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നോർമൽ മോഡ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ മാത്രം നമുക്ക് തരും. അപ്പോൾ ഇത് നമ്മൾ ടിയും വിയും ഒക്കെ മനസ്സിലാക്കണം. അത് നമുക്ക് വേറെ അടുത്ത PYQs നമുക്കൊരു ടേബിളൊക്കെ ഞാൻ തരാൻ ശ്രമിക്കാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏതായാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നോർമൽ മോഡ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ മിസ് ടിയും വിയും ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടിയും വിയും നോക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാവോ പെട്ടെന്ന്? ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ടി ഇങ്ങനെ തന്നിട്ടുണ്ട്. മിക്ക കേസിലും ടീനെ ഇനി എങ്ങനെ എഴുതണ്ടേന്ന് വെച്ചാൽ എപ്പോഴും, അതായത് ഇത് x11, ഇത് 2, അതായത് x1 സ്ക്വയർ എന്ന് വെച്ചാൽ 11 എന്നർത്ഥം, x2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ x22 എന്നർത്ഥം. അതാദ്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ x11 ആൾ ഉണ്ട്, x1 സ്ക്വയർ എന്ന് പറയുന്ന ആളുണ്ട്. ഇവിടെ ഒരു m ഉണ്ട്, അതുകൊണ്ട് തന്നെ m എന്നാണ് അതിന് വരുന്നത്. ഇനി 1-2ൻ്റെ ടേം ഒന്നും തന്നെ ഇല്ല, അത് 0. 2-1ൻ്റെ ടേം ഒന്നും തന്നെ ഇല്ല, അത് 0. ഇനി 2-2ൻ്റെ ടേം ഉണ്ട്, അതാണ് x2 ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത്, അതിനെ മിസ് m എന്നെടുത്ത്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇക്വേഷനൊക്കെ എഴുതേണ്ടി വരും. അപ്പം മിക്ക നോർമൽ മോഡും ചെയ്യുമ്പോൾ ടി എപ്പോഴും സെയിം തന്നെയായിരിക്കും, m 0 0 m. ഇതാദ്യം എഴുതി വെക്കുക. ദിസ് ഈസ് ആക്ച്വലി 1. ഇനി നമുക്ക് വിയുടെ ഇക്വേഷനിലേക്ക് വരാം.
അപ്പോൾ ഇതാണ് വിയുടെ ടേം. വിയുടെ ടേമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണും ഇതിൻ്റെ അകത്ത്, എക്സ്റ്റേണലും ഇൻറ്റേർണലും പൊട്ടൻഷ്യൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഏതായാലും അകത്തേക്ക് കൊടുത്തിട്ടൊന്ന് എഴുതണം. അതായത് ഇത് a+b² ഫോമിലാണ്. ഇപ്പോൾ ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ടോ എന്ന് മിസ് ഒന്ന് നോക്കട്ടെ. ഇതിനെ ഏതായാലും ½ x2 - x1² അതായത് a-b² എന്ന് വെച്ചാൽ a² - 2ab + b². അങ്ങനെ എഴുതുവാണ്. ½ അങ്ങനെ തന്നെ ഇട്ടു. ഇതിനെ x2² അതായത് a² - 2x1 x2 പ്ലസ് x1ൻ്റെ സ്ക്വയർ കേട്ടോ, x1ൻ്റെ സ്ക്വയർ മിസ് പറയുന്നത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇത്രയായിട്ടാണ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തത് ½ കെയിനെയും കൂടെ ഞാൻ അകത്തേക്ക് കൊടുക്കുകയാണ്. x2ൻ്റെ സ്ക്വയർ മൈനസ് ½ അങ്ങനെ കടന്നോട്ടെ, kx1 x2 അതായത് ഇത് മൊത്തത്തെ അകത്തേക്ക് കൊടുക്കുവാണ്, പ്ലസ് ½ x1ൻ്റെ സ്ക്വയർ, ഡോട്ടില്ല കേട്ടോ, സ്ക്വയറാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ വായിക്കട്ടെ. ½ kx2² മൈനസ് ½ × 2kx1 x2 പ്ലസ് ½ kx1ൻ്റെ സ്ക്വയർ. അതിൻ്റെ കൂടെ ഈ ഒരു ടേമും കൂടെ എഴുതിക്കോണേ. ഇതും അകത്തോട്ട് കൊടുത്ത് എഴുതണം. ഇത് ഞാനിനി അടുത്ത PYQ ചെയ്യുമ്പം സൊല്യൂഷൻ കാണിക്കാവേ. ½ m⍵0² x1² പ്ലസ് ½ m⍵0² x2². ഇത്രയൊന്ന് എഴുതാവോ? ഒന്നുമില്ല മക്കളെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തതാണ് മിസ് എഴുതിയേക്കുന്നത്. അതായത് ½ ഓരോന്നിനെ അകത്തേക്ക് കൊടുത്തു, അതെഴുതി. അതിനുശേഷം ഇതിനെ അകത്തേക്ക് കൊടുത്തു, അതും എഴുതി. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്ത് നിർത്തണം, ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇതിനെ a+b² ചെയ്തു, ഇതിനെ അകത്തേക്ക് കൊടുത്തു, ചെയ്തേ. എന്തെങ്കിലും മനസ്സിലായോ? നേരത്തെ എഴുതിയത് തന്നെയാണ്. ½ kx2² പ്ലസ് ½ kx1² മൈനസ് ½ kx1 x2 പ്ലസ് നേരത്തെ എഴുതിയത് തന്നെ ½ m⍵0² x1² പ്ലസ് ½ m⍵0² x2². ഇനി ഇതിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്നറിയോ? ഇതിനെ ഞാൻ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് x2ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ, അതായത് x2² കൂടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഒന്നിച്ചങ്ങ് എഴുതുവാണേ. അതായത് എങ്ങനെ വരുവാടാ, ½ ഇത് മൊത്തമായിട്ട് മിസ് എഴുതിയിട്ടില്ലേ, ½ x2ൻ്റെ സ്ക്വയർ പ്ലസ് ½ m⍵0² x2². അപ്പോൾ ½ x, അപ്പോൾ ഇതെങ്ങനെയാവും, ½ അതായത് ഇത് തനിയെ ഒന്ന് ചെയ്ത് നോക്കുമോ? അതായത് ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്തുനിന്ന് ½ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ കോമൺ ആയിട്ടുള്ളത് x2ൻ്റെ സ്ക്വയറാണ് കോമൺ ആയിട്ടുള്ളത്. അകത്തെന്ത് വരും? വരും, കെയും വരും, m⍵0². ഇത് മനസ്സിലായാലേ വിഷമിക്കേണ്ട, PYQയിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനെ എടുക്കുക. ഇതിനെ എടുക്കുമ്പോൾ ½ ഉണ്ട്, x1ൻ്റെ സ്ക്വയറാണ് രണ്ടിനും കോമൺ ആയിട്ടുള്ളത്. അകത്ത് k പ്ലസ് m⍵0² എന്നും വന്നു. ഇതും ഇങ്ങനെ വന്നു. അടുത്ത കേസ് -½ k 2x1 x2, അതിന് കോമൺ ആയിട്ട് ആരുമില്ല, അതിനെ അങ്ങനെ തന്നെ മിസ് അങ്ങ് നിർത്തുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ ടേം ഒന്നും കൂടെ എഴുതി വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ½ kx2² × k പ്ലസ് m⍵0² പ്ലസ് ½ k² ഇവിടെ k ഇല്ല കേട്ടോടാ. ½ x2² k പ്ലസ് m⍵0² പ്ലസ് ½ x1² k പ്ലസ് m⍵0² മൈനസ് ½ ഇത് വേണേൽ കളയാം, kx1 x2 എന്ന് കിട്ടി. ഇനി ഇതിനെ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിനെ ഒരാളുമായിട്ട് അതായത് ഞാൻ നേരത്തെ t എന്ന് പറഞ്ഞില്ലേ, t = ½ tക്ക് ഒരു ഇക്വേഷൻ മിസ് നേരത്തെ പറഞ്ഞില്ലേ, t = m0 m എന്ന്. അതുപോലെ തന്നെ വിക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരാളുണ്ട്, അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യണം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയത്. ജനറലായിട്ടുള്ളതിനെയാണ് മിസ് ഈ കളറിൽ എഴുതുന്നത്. v = ½ v11 x1² പ്ലസ് പ്ലസ് നോക്കിക്കേ 2v12 x1 x2 പ്ലസ് v22 x2². ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇതാണ് അതായത് ഇത്രയും നേരം മിസ് ചെയ്തതൊന്നുമില്ല. v തന്നിട്ടുണ്ട്, അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. x1ൻ്റെ സ്ക്വയർ എഴുതി, x2ൻ്റെ സ്ക്വയർ എഴുതി, x1ഉം x2ഉം കൂടെ എഴുതി. അടുത്ത കേസ് ആ സോൾവ് ചെയ്തതിനെ ഇതിൻ്റെ ജനറൽ ഇക്വേഷനുമായിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്ത് നോക്കണം. ആ ജനറൽ ഇക്വേഷനാണ് ഇത്. അതായത് ഇതിൻ്റെ ഓരോ x1ൻ്റെ സ്ക്വയറും ഇവിടെ ഉള്ള x1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇതിൻ്റെ x1 x2നെ ഇതിൻ്റെ x1 x2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇതിൻ്റെ അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയാമോ? v1 v12 v22. കാരണം നേരത്തെ ഓൾറെഡി മിസ് പറഞ്ഞു t =
എന്താണ് T11 എന്ന് പറയുന്നത് എം ആയിരുന്നു, T12 0 ആയിരുന്നു, ഇത് 0 ആയിരുന്നു. ഇത് മിസ് ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞു. പക്ഷേ വീനെ നമുക്കങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിയുടെ ഓരോ ടേമിനെ മെട്രിക്സ് വഴി കണ്ടുപിടിച്ചാലേ നോർമൽ മോഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ മോഡിൻ്റെ ഇക്വേഷൻ ശരിക്കും എന്താണെന്നറിയോ? മോഡുലസ് ഓഫ് വി മൈനസ് ഒമേഗ സ്ക്വയർ ടി ആണ്. ടി നമ്മളിപ്പോൾ പറഞ്ഞു എം 0 എം മെട്രിക്സ്. പക്ഷെ വി എന്താ? അതാണ് പ്രശ്നം. അപ്പോൾ വീനെ ഞാൻ ഓരോന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കാണിക്കട്ടെ. എന്ത് ചെയ്താൽ മതി? ഇതാണ് എൻ്റെ ജനറലായിട്ടുള്ള ഇക്വേഷൻ. ഇതിലെ ഓരോ ടേമുമായിട്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. ഒന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതിക്കുക. ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണേ. ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹാഫ് വി, ഈ ഹാഫ് ഓരോന്നുണ്ട്. ഹാഫ് V11 x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് x1 സ്ക്വയർ k പ്ലസ് എം ഒമേഗ 0 സ്ക്വയർ. ഈ ഹാഫും ഇതും പോയി കഴിഞ്ഞാൽ V11 എന്ന് പറയുന്നത് k പ്ലസ് എം ഒമേഗ സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ അല്ലേ? അതുപോലെ തന്നെ അടുത്ത ടേം 2V12 x1 x2 ഈസ് ഈക്വൽ ടു മൈനസ് k x1 x2. ഇതിൽ x1 പോയി കഴിഞ്ഞാൽ V12 ഈക്വൽ ടു k എന്താകും? ഇസ് ഈക്വൽ ടു k എന്നാകും അല്ലേ? നോക്കട്ടെ. V12 എന്ന് പറയുന്നത് മൈനസ് k ആകും. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എനിവേ ഇത് ഏതായാലും 2 എന്നാകും. അതായത് ഞാൻ ഇത് കാണിച്ചു തരാവേ. 2V12 x1 x2 എന്ന് പറയുന്നത് ആക്ച്വലി മൈനസ് k x1 x2 എന്നാണ് ആവുന്നത്. അപ്പോൾ ഇതും പോയി കഴിഞ്ഞാൽ V12 എന്ന് പറയുന്നത് ആക്ച്വലി മൈനസ് k/2 എന്നാണ് ആവുന്നത്. ഓക്കെ, അതും അങ്ങനെ നിന്നോട്ടെ. ഇത് ഞാൻ മുഴുവനായിട്ട് സോൾവ് ചെയ്ത് കാണിക്കുന്നില്ലേ, കാരണം ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ PYQ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലും സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വിയും കിട്ടും. അപ്പോൾ ഞാൻ വിനെ എഴുതണം. ഓക്കെ, അപ്പോൾ എൻ്റെ നോർമൽ മോഡ് കണ്ടുപിടിക്കാനുള്ള എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിനെന്താ പറയുക, ഡിറ്റർമിനൻറ്റ് വി മൈനസ് ഒമേഗ സ്ക്വയർ ടി എന്നാണ്. അപ്പം ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് സെപ്പറേറ്റ് ഞാനൊന്ന് ചെയ്യട്ടേടാ. അതായത് ടി എന്ന് പറയുന്നത് എം 0 എം ഇങ്ങനെയല്ലായിരുന്നോ? ഇങ്ങനെയാണോ? എം 0. ഓക്കെ, അതിൻ്റെ കൂടെ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ ആദ്യം ചെയ്യുക കേട്ടോ മക്കളെ. ഇത് സ്റ്റെപ്പാണ് ഇത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്താണേലും എം ഒമേഗ സ്ക്വയർ 0 എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇനി വിയുടെ വാല്യൂ ഏതെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ഇപ്പോൾ മിസ്സ് നേരത്തെ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല. ഇപ്പം മിസ്സ് ഒരു വിക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. കാണിച്ചു തരാവേ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അവിടെ കുറച്ച് സ്ഥലം വിടുക കേട്ടോ. അതായത് വി മൈനസ് ഒമേഗ സ്ക്വയർ ടി ഈക്വൽ ടു 0 എന്നുള്ളതാണ് നോർമൽ മോഡ്. ഞാൻ പറയുകയാണ്, എനിക്ക് കിട്ടിയ വി എന്ന് പറയുന്നത് 2k മൈനസ് k 2k. എന്തെങ്കിലും മനസ്സിലായോ? ഇവിടെ എന്താണെങ്കിലും സെയിം ആയിരിക്കും. ഇവിടെയും സെയിം ആണ്. അപ്പോൾ ഇതേ മൈനസ് ഒമേഗ സ്ക്വയർ ടി എന്ന് പറയുന്നത് ആക്ച്വലി മൈനസ് k. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നടാ? എം ഒമേഗ സ്ക്വയർ 0 എം ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇത് ആദ്യം ഏതായാലും മൈനസ് ചെയ്തിട്ട് വേണം. ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ ഇത് ആദ്യം മൈനസ് ചെയ്യണം. അപ്പോൾ വി മൈനസ് ഒമേഗ സ്ക്വയർ ടി എന്ന് പറയുന്നത് ആക്ച്വലി 2k മൈനസ് എം ഒമേഗ സ്ക്വയർ മൈനസ് k മൈനസ് 0 2k മൈനസ് എം ഒമേഗ സ്ക്വയർ. അപ്പോൾ എന്താകും എടാ മക്കളെ? 2k മൈനസ് എം ഒമേഗ സ്ക്വയർ മൈനസ് k. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് k മൈനസ് 0. അപ്പോൾ ഇവിടെ വരുന്നതാണ് ഇവിടെ. അത് ഓർത്തോ. ഇനി ഞാൻ ഡിറ്റർമിനൻ്റ് എടുത്ത് കാണിക്കട്ടെ. ഡിറ്റർമിനൻ്റ് എഴുതാൻ ഓർമ്മയുണ്ടോ? നോക്കിക്കേ, കണ്ടോ? അതായത് ഇതെന്ന് വെച്ചാൽ എന്താ? വി മൈനസ് ഒമേഗ സ്ക്വയർ ടി. ഇതാണ് നോർമൽ മോഡ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാൻ പോവാം. ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണുന്നത്? ആദ്യത്തെ ടേമിനെ അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് കാണാനായിട്ട്? ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി വരുന്നത് എഴുതുക. 2k മൈനസ് എം ഒമേഗ സ്ക്വയർ. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് ടേം ഓൾറെഡി മൈനസ് വരും സെക്കൻഡ് ടേമിന്. അത് ഇനിയും അടുത്തത് മൈനസ് k. അടുത്ത എന്താ? ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും മാറ്റിയിട്ട് അടുത്തത് എഴുതുക മൈനസ് k. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2k മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഈ മൈനസും പ്ലസ് k ആകും. പ്ലസ് k ഇൻറ്റു മൈനസ് k എന്ന് വെച്ചാൽ മൈനസ് k സ്ക്വയർ അങ്ങനെ വരും. വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ഇതേ ഈക്വൽ ടു 0. ഇപ്പം ഞാൻ പറയുകയാണ് 2k മൈനസ് എം ഒമേഗ സ്ക്വയർ മൈനസ് k സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വിചാരിക്കും. അപ്പം ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി 2k മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു k സ്ക്വയർ എന്ന് എടുക്കുക. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
റൂട്ട്, അതായത് 2km ഒമേഗ സ്ക്വയർ ദ ഹോൾ റേസ് ടു പ്ലസ് ഓർ മൈനസ് കെ എന്ന് എഴുതിയാൽ മതി. ട്രിക്കാണ്, ഇത് ഓർത്തിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോണം. ഈ സ്ക്വയർ മാറ്റാൻ ഇപ്പുറത്ത് പ്ലസ് ഓർ മൈനസ് കെ ആക്കിയാൽ മതി. അതിൻ്റെ അർത്ഥം 2k മൈനസ് എം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെയും 2k മൈനസ് എം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെയും. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ നിന്ന് എന്നിട്ട് ഒമേഗേനെ കണ്ടുപിടിക്കണം. നോർമൽ മോഡെന്ന് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, നോർമൽ മോഡെന്ന് വെച്ചാൽ ആക്ച്വലി എന്താണെന്നറിയോ, ഒമേഗേനെ അല്ലെങ്കിൽ ആ ആംഗുലർ ഫ്രീക്വൻസിനെയാണ് ആക്ച്വലി നോർമൽ മോഡെന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ മോഡ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഒമേഗ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് 2 ഒമേഗ ഞാൻ കണ്ടുപിടിച്ചാൽ മതി. ഒന്നും മനസ്സിലായില്ലെങ്കിലും വിഷമിക്കേണ്ട, ഇത്രയും ഓർക്കുക. നോർമൽ മോഡ് എന്ന് പറയുന്നത് സ്മോൾ പാറ്റേൺ ആണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോർമൽ മോഡ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻറ്റ് v മൈനസ് ഒമേഗ സ്ക്വയർ t ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0 ചെയ്യുക. v എന്ന് പറയുന്നതിൻ്റെ ജനറൽ ഇക്വേഷൻ ഹാഫ് v11 x1 സ്ക്വയർ പ്ലസ് v2v12 x1 x2 പ്ലസ് എന്താണ് v22 x2 സ്ക്വയർ ആണ്. t എന്ന് പറയുന്നത് m0 അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം എന്ത് ചെയ്യണം, v മൈനസ് ഒമേഗ സ്ക്വയർ ടിയിൽ ഒമേഗ സ്ക്വയർ ടി ആയിട്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് v മൈനസ് ഒമേഗ സ്ക്വയർ ടി ചെയ്യുക, പിന്നെ അതിൻ്റെ ഫുൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി നമുക്ക് PYQ ചെയ്യണം. അപ്പം ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. PYQ ചെയ്യുമ്പോൾ മിസ്സ് കുറച്ചും കൂടി കാണിച്ചു തരാം. സോൾവ് ചെയ്തിട്ടുണ്ട് മിസ്സ്, അത് കാണിച്ചു തരുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.